US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അവസാന റൗണ്ട് കൂടിക്കാഴ്ച വെള്ളിയാഴ്ച നടത്തും. കൂടിക്കാഴ്ച ഗുണകരമായിരുന്നു എന്നാണ് ട്രംപിൻ്റെ പ്രതികരണം. അവസാനവട്ട ചർച്ചയോടെ US ചൈന വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇറാൻ വിഷയത്തിലും വ്യാപാരത്തിലും ചർച്ച നടന്നതായി കഴിഞ്ഞ ദിവസം സോങ്യാൻഹായിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇരുവരും വ്യക്തമാക്കിയിരുന്നു. ഇറാൻ യുദ്ധത്തോടെ അടഞ്ഞ ഹോർമുസ് കടലിടുക്കിലൂടെ ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുന്നതിന് ഇരു നേതാക്കളും മുൻകൈ എടുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹോർമുസ് തുറക്കണമെന്നതിൽ രണ്ട് കൂട്ടരും ഒരേ അഭിപ്രായക്കാരാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. വെള്ളിയാഴ്ച അവസാന റൗണ്ട് ചർച്ചയിൽ ഇറാൻ കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടേക്കാം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അമേരിക്ക ഇക്കാര്യം ആഗ്രഹിക്കുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ പേർഷ്യൻ ഗൾഫിൽ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ പിന്മാറ്റുന്നതിന് ഇടപെടാൻ ചൈനയ്ക്ക് കഴിയുമെന്ന് മാർക്കോ റൂബിയോ സൂചിപ്പിച്ചിരുന്നു. അതേസമയം ഇറാനും തങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണ്. ഒമാനിലും ഇസ്ലാമാബാദിലും റഷ്യയിലുമെല്ലാം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഈ ദിവസങ്ങളിൽ ചെന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അരാഗ്ചി ഡൽഹിയിലുണ്ട്. അരാഗ്ചി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ കഴിഞ്ഞ ദിവസം വലിയ സ്നേഹത്തോടെയാണ് സ്വാഗതം ചെയ്തത്. ഈ വർഷം സെപ്റ്റംബർ 24-ന് ഷീ US സന്ദർശിക്കുമെന്ന കാര്യം ട്രംപ് വ്യാഴാഴ്ച വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചിരുന്നു. ചർച്ചകളിൽ തായ്വാൻ വിഷയം ഉന്നയിച്ച ചൈന US മേഖലയിൽ നടത്തുന്ന തെറ്റായ ഇടപെടലുകൾ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം വ്യാപാരവുമായി ബന്ധപ്പെട്ട കുറേയേറെ തീരുമാനങ്ങൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബോയിങ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ചൈന ഒപ്പിടാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട്. ചൈന തങ്ങളുടെ വലിയ വിപണിയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം അനുവദിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ടെസ്ലയുടെ എലോൺ മസ്ക്, എൻവിഡിയയുടെ ജെയ്സൺ ഹുവാങ് എന്നിവരുൾപ്പെടെ 30 പ്രമുഖ കമ്പനികളിൽ നിന്നുള്ള എക്സിക്യൂട്ടീവുകളുടെ സംഘവും ട്രംപിനെ ചൈനീസ് യാത്രയിൽ അനുഗമിക്കുന്നുണ്ട്.